നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അതൊക്കെ പല വീഡിയോയിലായിട്ടാണെന്ന് മാത്രം. അതുകൊണ്ട് അതെല്ലാം കൂടെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു 10 കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്കും ഉപകാരപ്പെടുമായിരിക്കും. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കിച്ചൺ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് എഴുതണം. അപ്പോൾ അതെനിക്ക് കൂടെ ഉപകാരപ്പെടുമല്ലോ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കിച്ചൺ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എങ്ങനെയാണ് കേടാവാതെ കൂടുതൽ നാൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ കരച്ചു പോവാ കറിപ്പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാനിലേക്ക് അല്ലെങ്കിൽ കുപ്പിയിലേക്കോ കുറച്ച് കല്ലുപ്പിട്ട് വെച്ചാൽ മതി. ഇതിപ്പോ ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഈ ക്യാനിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കേടാവാതെ കൂടുതൽ നാള് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതുപോലെ കുരുമുളക് ഇട്ട് വെച്ചാലും വെളിച്ചെണ്ണ കേടാവില്ല കേട്ടോ. കുരുമുളക് ഇട്ട് വെച്ചാൽ ഒരു 6 മാസം വരെയൊക്കെ കേടാവാതിരിക്കും. അതേസമയം കല്ലുപ്പിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു വർഷത്തിന് മുകളിലൊക്കെ വെളിച്ചെണ്ണ കേടാകാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഉപ്പിട്ടെന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണന്റെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരുമൊന്നുമില്ല കേട്ടോ. ഉപ്പ് അലിയേയില്ല. നമ്മൾ എങ്ങനെയാണ് ഇട്ടത് അതേപോലെ തന്നെ വെളിച്ചെണ്ണന്റെ ഉള്ളിൽ കിടന്നോളും. അപ്പൊ ഈ ഒരു ടിപ്പ് വെളിച്ചെണ്ണ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഇഡലിമാവും ദോശമാവൊക്കെ പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് പാത്രം കയറ്റി വെക്കുക. അപ്പോൾ മാവിന് നന്നായിട്ട് ചൂട് കിട്ടുമല്ലോ. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയിട്ട് വന്നോളും. അതുപോലെ വെള്ളത്തിന്റെ ചൂടൊന്ന് കുറയുമ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അരച്ച് കഴിയുമ്പോൾ ജാറിലേക്ക് ഉഴുന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1-2 തുള്ളി നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ മിക്സിയിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1 മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അങ്ങ് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോഴേക്ക് അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഉഴുന്നൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിക്കോളും. ഈ ഒരു രീതിയിൽ നമ്മൾ ജാർ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ പിന്നെ ജാറിന്റെ ഉള്ളിൽ സ്ക്രബ്ബർ ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. അല്ലാതെ തന്നെ ജാർ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിക്കോളും. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ചിരകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ ചിരകിയെടുക്കണം എന്ന് അറിയണമെന്നുണ്ടാവില്ല. ചില തരികളൊക്കെ വലുതായി പോകും, ചിലതൊക്കെ ചെറുതായി പോകും. അപ്പൊ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സമയത്ത് മൂത്ത് വരണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാ തേങ്ങയും ഒരേപോലെ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് കറക്കിയെടുക്കുക. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തേങ്ങയും ഒരേപോലെ നമുക്ക് ഒരേ കനത്തിൽ കിട്ടും. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സമയത്ത് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെളുത്തുള്ളി വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഓരോ കടം വെളുത്തുള്ളി ആയിട്ടാണല്ലോ കിട്ടുക. നമ്മൾ ഇതേപോലെ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നാശമായി പോകും. ഇതിന്റെ ഉള്ളിൽ ഫംഗസ് വന്നിട്ട് ഒരു കറുത്ത കളർ കാണാറില്ലേ, അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നാശമായി പോകും. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഓരോ കുടം വെളുത്തുള്ളിയോ ഓരോ അല്ലിയാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അധികമായിട്ട് വരുന്ന തോലൊക്കെ അങ്ങ് മുറത്തിലിട്ടിട്ട് അങ്ങ് മാറ്റിയെടുക്കുക. എന്നിട്ട് വെയിൽ ഒളിച്ചു വെക്കുകയാണെങ്കിൽ വെളുത്തുള്ളി കുറെ നാളത്തേക്ക് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. വെളുത്തുള്ളി മാത്രമല്ല കേട്ടോ, ചെറിയുള്ളിയും ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് എടുത്തു വെക്കാം. ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മീൻ വാങ്ങിക്കുന്ന സമയത്ത് കൂടുതൽ എളുപ്പം ഫ്രീസറിലേക്ക് എടുത്തു വെക്കില്ലേ, അങ്ങനെ നമ്മൾ മീൻ എടുത്തു വെക്കുന്ന സമയത്ത് വെറുതെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് എടുത്തു വെക്കാതെ ഇതേപോലെ മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ പച്ചവെള്ളം ഒഴിച്ചിടുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഇപ്പൊ പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് മുകളിൽ ഫ്രിഡ്ജിലേക്ക് സാധാരണ വെക്കുമ്പോൾ തന്നെ എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ എടുത്തിട്ട് പുറത്തെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസ് അലിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഇതേപോലെ പച്ചവെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ മീനിന്റെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ വെറുതെ മീൻ എടുത്തു വെക്കുകയാണെങ്കിൽ അതിനൊരു ഉണക്ക മീനിന്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് വെക്കുക. ഇനി ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തേങ്ങ എളുപ്പത്തിൽ എങ്ങനെയാണ് പൊട്ടിക്കുക എന്നുള്ളതാണ്. തേങ്ങ പൊട്ടിക്കാന്ന് പറയുന്നവർ പെട്ടെന്ന് തന്നെ പൊട്ടിക്കും, അല്ലാത്തൊരു 10 പ്രാവശ്യം പൊട്ടിയാലും തേങ്ങ പൊട്ടൂല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ്. തേങ്ങ പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നനച്ചെടുക്കാം. എന്നിട്ട് തേങ്ങയ്ക്ക് 3 കണ്ണുണ്ടാവില്ല, അതിൽ ആ വലിയ കണ്ണില്
കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റുള്ള വരയെ കൂടെ ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് മുട്ടി കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് എളുപ്പത്തിൽ തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, റാഗി നമ്മൾ കൂടുതൽ ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുളപ്പിച്ചെടുക്കാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുള വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തുണിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ റാഗിക്ക് പെട്ടെന്ന് തന്നെ മുള വന്നോളും. ഇതിന് സാധാരണ നമ്മൾ ചെറുപയറും കടലയൊക്കെ മുളയ്ക്കുന്ന പോലെ അത്ര പെട്ടെന്ന് മുള വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് മുള വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ മതി. ഇതേപോലെ റാഗി മുളപ്പിച്ചിട്ട് റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇനി 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാറുണ്ടല്ലോ, അതല്ലെങ്കിൽ ബാജിക്കൊക്കെ. അങ്ങനെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ നടുഭാഗത്ത് കൂടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കുകയാണെങ്കിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലി ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ചൂടൊന്ന് കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം, ചൂട് പോകുന്നതിന്റെ മുമ്പ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തോല് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അവസാനത്തെ 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേന്ത്രപ്പഴം വേവിക്കാറുണ്ടല്ലോ എപ്പോഴും. അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ആവി കയറ്റിയിട്ട് വേവിക്കുന്നതിനേക്കാളും കൂടുതൽ മധുരം ഇതേപോലെ നേന്ത്രപ്പഴം ഒന്ന് കഴുകിയിട്ട് 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് 2 കഷ്ണാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് ഒക്കെ മതിയാകും. അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ പഴം വെച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ പോലെ തന്നെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പഴത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മധുരം ഉണ്ടാവും, സാധാരണ നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതിനേക്കാളും. അപ്പൊ പഴം പുഴുങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് പുഴുങ്ങി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.